നിമിഷം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവസാന്നിധ്യത്തിൽ വാക്കുകൊണ്ടും ശക്തി കൊണ്ടും നിറയുന്ന സമയമാണ്. വാക്ക് അറിവും ശക്തി അനുഭവവുമാണ്. വാക്ക് അറിവും ശക്തി അനുഭവവുമാണ്. കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങളോട് പകർന്നു തരാൻ ദൈവജനം മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കണ്ണുകളടച്ച് ഹൃദയത്തിൽ കൈകൾ വെച്ച് ആർദ്രതയോടെ കർത്താവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി യാചിക്കുക. പൂർണ്ണതയെ ഒരുമിച്ച് പാടാം. ആനന്ദത്തിൻ സന്തോഷമേ, ആനന്ദത്തിൻ പൂർണ്ണതേ, സന്തോഷമേ, സ്വരത്തിലെ ആനന്ദത്തെ പൂർണ്ണതേ, സന്തോഷമേ. ആരാധന ആനന്ദത്തിൻ പൂർണ്ണതേ, സന്തോഷമേ. ഈശോ എന്ന് വിളിക്കുക. ഈശോ ആനന്ദത്തിൻ പൂർണ്ണതേ, സന്തോഷമേ. ഈശോ എന്ന് വിളിക്കട്ടെ. ഈശോ പൂർണ്ണതേ, സന്തോഷമേ. ആനന്ദത്തിൻ പൂർണ്ണതേ, സന്തോഷമേ. ഈശോ ഈശോ ആനന്ദത്തിൻ പൂർണ്ണതേ, ആരാധന
ആനന്ദത്തിൻ പൂർണ്ണതയിൽ ശാശ്വതമാം ആരാധന ഉടമ്പടിയിൽ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ഓർക്കുകയും അത് ഒന്നാമത്തേൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവാഞ്ചലൈസേഷനാണ്, വിശ്വാസ കൈമാറ്റമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വിശ്വാസ അനുഭവം എനിക്ക് തരണം പറയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ IELTS പാസ്സാകണമെന്നോ അല്ലെങ്കിൽ വസ്തു വിൽക്കണമെന്നോ ജപ്തി മാറണമെന്നല്ല പറയേണ്ടത്. ഉടമ്പടി ഇത് ശരിക്കും ഫയറാണെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? കർത്താവെ മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കാൻ പറ്റിയ ഒരു അനുഭവം എനിക്ക് തരാൻ പറയണം. എന്നാൽ പിന്നെ ഇത് പെട്ടെന്നാണ് സംഭവം. അതാണ് എല്ലാത്തിനും അതിൻ്റെ ഒരു രഹസ്യ കോഡുണ്ടാകുമല്ലോ. ഇതിൻ്റെ ഒരു വാതിൽ ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാക്ഷ്യം എനിക്ക് തരണമേ എന്ന് വെച്ചാൽ അപ്പം എൻ്റെ ദൈവത്തിന് അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കാരണം നിന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനങ്ങൾ നീ പ്രചരിപ്പിക്കും. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യും. അപ്പം നിനക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ അനുഭവം ഉണ്ടാകുമ്പോൾ അടിച്ചു മാറ്റി വെച്ച് ദൈവത്തിന് പലം കയറുകളും നാരായണ പിന്നെ കൂരായണ എന്നൊക്കെ പറഞ്ഞ് വർക്കൗട്ട് ചെയ്ത കാര്യം ദൈവത്തിന് അറിയാം. നീ പൊളിക്കുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും നടക്കത്തില്ല, കാര്യം കണ്ടു കഴിയുമ്പോൾ നീ വണ്ടി വിട്ട് പോകുമെന്നറിയാം. അത് നേരത്തെ നിങ്ങൾ ഈ മനുഷ്യന്മാരും ഇടപെടണ പോലെ ഒരിക്കലും ദൈവത്തിൽ ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പാപികളായി മാറുകയുള്ളൂ. മനുഷ്യന്മാരോട് നിങ്ങൾ ഇടപെടുകയല്ലേ, എല്ലാം കയറി യേസ് പറയും, നിങ്ങൾക്ക് തന്നെ അറിയാൻ നടക്കത്തില്ലെന്ന്. അതുപോലെ ദൈവത്തോട് ചുമ്മാ ഒരു ഭംഗിക്കൊരു യേസ് പറയരുത്. യേസ് പറഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പാപികളായി മാറും. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവത്തോട് പറയരുത്. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും പറയരുത്. കാര്യം നിങ്ങൾ ചെയ്യത്തില്ലെന്നും നിങ്ങൾ മനുഷ്യന്മാർക്ക് അറിയത്തില്ല. അവരോട് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറയല്ലേ ഒരു 2000 രൂപ എടുക്കാനുണ്ടാ, ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങൾ കൊടുക്കത്തില്ലെന്നും. മനസ്സിലായില്ലേ? നിങ്ങൾ ആൾക്കാരുടെ കടം പിടിക്കണേ എങ്ങനെയാണ്? നിങ്ങൾ ഒരു 1000 രൂപ എടുക്കാനുണ്ടാ, ഞാൻ നാളെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങളത് കൊടുക്കത്തില്ലെന്ന്. ഇതുപോലൊരു ഡയലോഗ് ദൈവത്തിനടുത്ത് പറ്റത്തില്ല. നീ പൊളിക്കുമ്പോൾ തന്നെ അറിയാം നീ ഫ്രോഡാണെന്നറിയാം. വെറുതെ എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് പണി മേടിക്കണത്? പലരുടെയും പ്രശ്നം എന്താ, ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെട്ടേക്കും, പ്രാർത്ഥിച്ച് പണി മേടിക്കും, പ്രാർത്ഥിച്ച് പാപികളാവും. വല്ല കാര്യമുണ്ടോ? അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവത്തോട് പറയാവൂ. അത് സമയബന്ധിതമായിട്ട് ചെയ്യണം. സമയത്തിനാണ് പ്രാധാന്യം. വല്ലപ്പോഴും ചെയ്തോളൂ. ഞാൻ ചെയ്താവുന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് തരികട കാണിക്കരുത്. നിങ്ങൾ പറയാം ദൈവത്തോട്, ഞാൻ ചെയ്യാവുന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ എന്ത് വക്കീലാണ് ദൈവത്തോട് ഇടപെടാൻ? അതൊന്നും ചെയ്യരുത്. സമയബന്ധിതമായിട്ട് ചെയ്തു മാറ്റണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയോട് സത്യസന്ധമായി ഇടപെടാൻ പരമാർത്ഥതയുള്ള ആധ്യാത്മിക ജീവിതത്താൽ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. അതാ പരമാർത്ഥത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവമായിട്ട് ഇടപെടല് ദൈവത്തിന് അറിയാവുന്നതാണ് ഈ പ്രശ്നം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന കാരണം നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും ആ പറയണത് കൊണ്ട് തന്നെ ആ പ്രാർത്ഥന പഴുത്തുപോകുകയുള്ളൂ. വല്ല കാര്യമുണ്ടാകും. അത് വിഡ്ഢികളും വിവരമില്ലാത്തവരുമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയും. ചില നേർച്ച പോലും എന്തൊരു നേർച്ചയായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നും
ഈ ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനാണ്. ബയലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഉഭയകക്ഷിയാണ്. നീ ഒരു കക്ഷി, ദൈവം ഒരു കക്ഷി, നിങ്ങൾ തമ്മിലുള്ള കൊടുക്ക വാങ്ങലുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് മുഴുവനും. അപ്പം അത് സത്യസന്ധമായിരിക്കണം. ഇത് വലിയ സംഭവമാണ്. അതിപ്പോൾ തന്നെ ഈ ആകാശിനോട് പറയുവേ, ആകാശ് അമ്മയോട് പറയവേ, എന്നെ ഒന്ന് കരകയറ്റി വിട്ടാലേ കുടുംബം രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അതാണ് സത്യസന്ധമായ പ്രാർത്ഥന. എന്നെ ഒന്ന് പക്ഷേ ഞാനിങ്ങനെ കര കയറണമെങ്കിൽ എനിക്ക് ലോണ് പോലും കിട്ടത്തില്ല എന്ന് പറയും. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളുടനെ പറ്റിയ ആഴ്ച നിയമങ്ങൾ മാറ്റും ബാങ്കിൻ്റെ. ഭയങ്കര രസമാണ് അമ്മയുടെ കാര്യം. അതായത് നിങ്ങളൊരു സാധനം വെച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ നിയമപരമായിട്ടത് അർഹതയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും ദൈവത്തിന് 1, 9 എല്ലാം ഒരുപോലെയാണ്. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അയ്യോ ഞാൻ എനിക്ക് വേണ്ടി വല്ലതും ചെയ്യും, അങ്ങനെയല്ല. ദൈവത്തിന് 1, 9 ഒരുപോലെയാണ്. അത് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണത്. കാര്യം ദൈവമായത് കാരണം 1-ന് 9ൻ്റെ വിലയാണ്. അപ്പം നിനക്ക് വേണ്ടി, നിൻ്റെ ഒരാൾക്ക് വേണ്ടി ദൈവം മൊത്തം നിയമം മാറ്റും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ വിഷയം നോക്കിയാലേ ഓരോ വിഷയം, ഇപ്പം ഒരു ചില്ലിക്കാശ് ഇട്ടപ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപ ഇട്ട പോലെ എഴുന്നേറ്റുന്നില്ലേ കർത്താവ്? ആ വിധവ കൊണ്ടൊന്നും ഒരു ചില്ലിക്കാശ് ഇട്ടിരിക്കണതേ, അതിനേതാണ്ട് 1 ലക്ഷം രൂപ ഇട്ടതുപോലുള്ള വെയിറ്റാണ് കൊടുക്കുന്നത്. ഒരാടിനെ കാണാതെ പോയി, അതിനുവേണ്ടി 99നെ മാറ്റിയിട്ട് ആ 1നെ തിരക്കി പോകും. അപ്പോൾ ദൈവത്തിന് 1, 9 ഒരുപോലെയാണ്. ഇപ്പം നിനക്ക് വേണ്ടി വേണ്ട നിയമങ്ങൾ മാറ്റും, നിനക്ക് വേണ്ടി ജനതകളെ മാറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ. നിനക്ക് വേണ്ടി ഞാൻ യാക്കോബേ നിനക്ക് വേണ്ടി ഞാൻ ജനതകൾ നൽകിയെന്നൊക്കെ ടെക്തവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 78-ാം സങ്കീർത്തനം 55-ാം തിരുവചനം. സങ്കീർത്തനം 78:55. അവരുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി അവർക്ക് അവകാശം അളന്നുകൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു. അതായത് ദൈവം ഒരാളെ ഇഷ്ടപ്പെട്ടു പോയാൽ, സത്യസന്ധമാണെന്ന് കണ്ടാൽ അയാൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. നമ്മുടെ മുമ്പിലുള്ള ഒരു റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഒന്ന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തണം. അപ്പം തന്നെ നമ്മൾ കംപ്ലീറ്റ് ദൈവവേദലായി മാറും. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ അതാണ് ഇതിൻ്റെ അകത്തൊരു ഇതിൻ്റെ ഒരു ജിസ്റ്റെന്ന് പറയണത്. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തണം. നമ്മളെ പരുവപ്പെടുത്തി ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദൈവം, ഇപ്പോൾ ഇതിന് ആകാശത്തിൻ്റെ സമയമാണ്, പെട്ടെന്നൊരു നിയമം ബാങ്കിൽ വന്നു. എന്താണ്? നിങ്ങൾക്ക് ഗ്ലോബലായിട്ട് റീച്ചുള്ള 100 യൂണിവേഴ്സിറ്റികളുണ്ട്. 1-ാം സ്ഥാനത്ത് നിൽക്കണം. ഗ്ലോബൽ 1-ാം സ്ഥാനത്ത് നിൽക്കണ ഈ 100 യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ 50 ലക്ഷം രൂപ ലോൺ തരാമെന്ന് ഒരു പുതിയ നിയമം വരും. SBIയിലുണ്ട്. SBI നിയമം മാറ്റിയതാണത്. അപ്പോൾ ആകാശ് പറയും, അമ്മേ ഞാൻ ഈ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ഞാൻ പോയി എഴുതണത്? എൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ അമ്മയ്ക്കറിയാമല്ല എന്ന് പറയും. എന്നാലും പറയും, അമ്മ പറയും നീ എഴുത്, നീ ആയിരിക്കത്ത്. അമ്മയുടെ ഒരു രീതി എന്ന് പറയണത് വേണമെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് രസം. ഭയങ്കര വേറെ ഒരു സാക്ഷിയുണ്ട്. അതായത് നിങ്ങൾ ഓർക്ക് ഇതൊക്കെ എന്ത് അന്ധവിശ്വാസമല്ല. ആത്മീയത എന്ന് പറയണത് ഭൗതികത അല്ലല്ല. നിങ്ങൾക്ക് ഭൗതികതയാണ് യുക്തി എന്ന് പറയണത്. ഇവിടെ നമ്മൾ പറഞ്ഞ യുക്തിയിലല്ല ഇത് വർക്ക് ചെയ്യണം, ദൈവത്തിൻ്റെ ശക്തിയിലാണ്. മനസ്സിലായില്ലേ? അത് ഫോർമാറ്റ് ചേഞ്ചാണിത്. ഇത് നമ്മുടെ യുക്തിയിലല്ല വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ ശക്തിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ ആ പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിൽ കട്ട് ഓഫിൻ്റെ മുകളിൽ കയറിയവൻ, ഇവന് ഇൻ്റർനാഷണൽ ലെവലിലെ യൂണിവേഴ്സിറ്റിയിൽ ഇവന് അഡ്മിഷൻ കിട്ടി ഓസ്ട്രേലിയയിൽ. അപ്പോൾ എന്ത് പറ്റി? ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ ലോൺ നോക്കി 2.5 സെൻറ്റേ ഉള്ളു, നിവർത്തിയില്ലാതെ എന്തെല്ലാം സങ്കടപ്പെടുന്ന ആളാണ്. ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണ കണ്ട.
ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണത് ബന്ധത്തിൻ്റെ പേരിലാണ്. നിങ്ങൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബന്ധമാണ്. ആ ബന്ധം സത്യസന്ധമാണ് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തും ചെയ്ത് കളയും. നമ്മുടെ മുമ്പിലുള്ള നിസ്സാര കാര്യമാണ്. ദൈവത്തിന് ഞാൻ ഉടമ്പടി സത്യസന്ധയാണെന്ന് ദൈവത്തിൽ നിന്ന് തോന്നിയാൽ മതി. നിങ്ങളിങ്ങനെ 10-12 പത്രം കിട്ടും, ഇത് ആർക്ക് കൊടുക്കും, ഓരോരും പറയുക, ഓട്ടോക്കാഷനും തെറി പറയുക, തള്ളക്ക് വിളിക്കുക, അയ്യോ മഴയാണല്ല, മഴ തീരട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നനഞ്ഞ് പിടഞ്ഞ് വീട്ടിൽ ഇരിക്കും. അങ്ങനെയൊക്കെ ഈ ഉഴപ്പിയാണ് നിങ്ങൾ ഉടമ്പടി കുളമാക്കി കളഞ്ഞത്. അങ്ങനെയല്ല, ഇതെന്ന് പറഞ്ഞാൽ ദൈവ പൈതലിൻ്റെ ഒരു വാർഫുട്ട് ആക്ഷനാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ യുദ്ധത്തിൻ്റെ സമയത്ത് മഴ വല്ലതും നോക്കുക. യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഉടമ്പടി ഒരു വാർഫുട്ട് ആക്ഷനിൽ എടുക്കണം. ഇത് ഒന്നും നിങ്ങളെ തടസ്സരുത്, ഒന്നും നിങ്ങളെ തടയരുത്. വീട്ടിൽ ബന്ധുക്കൾ വന്ന് മകളെ വന്ന് പ്രസവിച്ചിട്ട് പോട്ടെ, മകളെ പ്രസവിക്കാൻ അവൾക്ക് ഒരു മാസമേ ഉള്ളൂ, അമ്മ എന്താ തിരികെത്തിക്കാത്തത്? അതെ, അവളെ പ്രസവിച്ച് അവളെ 90 കഴിഞ്ഞ് അവൾ പോട്ടെ, എന്നിട്ട് ഞാൻ തിരികെത്തിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് തടസ്സമാകരുത്. അതൊക്കെല്ലാം ഉടായ്പാണ്. ഡോക്ടർ വളരെ ഈസി എന്നോട് പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല, കാരണം ഇവിടെ വന്ന അന്ന് മുതൽ മോൾക്ക് ഇതിനുള്ള മരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് ഈ നാളെ രാവിലത്തെ ഒരു ഡോസും കൂടി കഴിഞ്ഞാൽ മോൾ ഓക്കെ ആണ്. അപ്പോഴും മോളുടെ അവസ്ഥ അൺകോൺഷ്യസിൽ തന്നെയായിരുന്നു. അപ്പോഴും ഈ വെള്ളിയാഴ്ച ICUവിൽ നിന്ന് ഇറക്കുമ്പോൾ പോലും മോൾക്ക് അൺകോൺഷ്യസ് ആണ്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് ഉടമ്പടി കാശുരൂപം വെച്ച് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു, മാതാവി ഉണർത്തണേ, കുഞ്ഞിനെ ഉണർത്തി തരണേ, ആക്റ്റീവാക്കി തരണേ എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനൊരു എൻ്റെ മോളെ കണ്ട ആരും പറയില്ല, ഇത്രയും ദിവസം 5 ദിവസം ICUവിൽ അൺകോൺഷ്യസ് ആയി കിടന്ന മോളാണെന്ന് പോലും പറയാത്ത അങ്ങനെ ആ രീതിയിൽ മാതാവ് വഴി ഈശോ എൻ്റെ മോളെ, ലാസറിനെ ഉയർപ്പിച്ച എൻ്റെ കർത്താവ് എൻ്റെ മോളെ ഉയർത്തി. ഇന്നലെ റിവ്യൂ ആയിരുന്നു. ഒരു 3 ദിവസത്തിന് ശേഷം ബ്ലഡ് കൗണ്ട് എല്ലാം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നലെ റിവ്യൂവിന് വിളിച്ചു. റിവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ മോള് ചിരിക്കില്ലായിരുന്നു. ഫിറ്റ്സ് വരുന്ന കുട്ടിയായതുകൊണ്ട് ചിരിയൊക്കെ കുറവാണ്, ആക്ടിവിറ്റിയൊക്കെ കുറച്ച് കുറവാണ്. ആദ്യമായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ മോളൊരു ചിരി തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയിട്ടില്ല. ഒരു ചിരി എന്നുള്ളതിൽ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് പോലും മനസ്സിലാക്കിയത് ഈ ഒരു രോഗാവസ്ഥയിൽ നിന്നാണ്. ഡോക്ടർ വിളിച്ചു, ഇസഡോറ എന്ന് വിളിച്ചപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചിരിച്ചു. ഉടനെ തന്നെ നോട്ട്സിൽ ഡോക്ടർ എഴുതി, ദ ചൈൽഡ് ഈസ് പ്ലേഫുൾ, അപ്പ് ആൻഡ് ആക്റ്റീവ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചൊരു വാക്യമാണ്. കാരണം എല്ലാവരുടെ എവിടെ കൊണ്ടുപോയാലും മോളിങ്ങനെ ഡ്രൗസിയാണ്, അനങ്ങില്ല, ചിരിക്കില്ല, കളിക്കില്ല. മോളുടെ രോഗത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ പോലും ഈ ഒരു മാറ്റം എന്നോട് ഫ്രാൻസിസ് ഏട്ടനോട് പ്രാർത്ഥനാ സഹായത്തിന് വിളിച്ചപ്പോൾ എന്നോട് ഒരു വാക്കാ പറഞ്ഞത്, ഇതൊരു വലിയ മാറ്റത്തിനാണ്. ശരിയായിരുന്നു, അതൊരു വലിയൊരു മാറ്റത്തിനായിരുന്നു. വെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗിയായ എൻ്റെ മോൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട് തന്നു. അതിലും ഒരുപാട് ഒരു പനി വരുന്നൊരു കുട്ടി, എഫിക്സ് വരുന്നൊരു കുട്ടിക്ക് പനി വരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതിൽ നിന്നും ഏറെ സംരക്ഷണം മാതാവിൻ്റെ നീലങ്കിയിൽ തന്നെയാണ് എൻ്റെ മോളെ പൊതിഞ്ഞു പിടിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിക്കവറി ഇറ്റ് ഇസ് നിയർലി ഇംപോസിബിൾ. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറയുന്നു. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് അബിൻ ആൻ്റണി. ഞാൻ നിരമല്ലൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ചിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്നൊരു അത്ഭുതത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് പാരലൽ കോളേജ് അധ്യാപകനാണ്. പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയതിൻ്റെ തന്നെ ഉദ്ദേശം എത്രയും പെട്ടെന്നൊരു ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പോയത്. ചെന്ന ആദ്യ 3 വർഷത്തിനുള്ളിൽ തന്നെ ഞാനൊരു 5ഓളം PSCയുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. എനിക്ക് പട്ടത്ത് തിരുവനന്തപുരത്ത് ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞു, വെരിഫിക്കേഷൻ കഴിഞ്ഞു, പോലീസിൻ്റെ ലിസ്റ്റിൽ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതല്ലാതെ എനിക്കൊരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ഭയങ്കര മാനസികമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായി. കാരണം ഇത്രയും നാൾ പഠിച്ചിട്ട് ഒരു ജോലി കിട്ടിയില്ല എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്ന് കൂടെ പഠിപ്പിക്കുന്ന സാറുമാർ എന്നേക്കാൾ കൂടുതൽ ലിസ്റ്റുണ്ട്, അവരെയും വിളിക്കാത്തൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഓർത്ത് ജോലിയൊന്നും കിട്ടത്തൊന്നുമില്ല, അത് ഇതിനു വേണ്ടി മരിച്ചു പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ PSC പഠിത്തമൊക്കെ നിർത്തി. ഒരു 2017 തൊട്ട് ഞാൻ PSC പഠിക്കണമില്ല, PSCയുടെ പരീക്ഷയ്ക്കും പോകാതെയായി. അങ്ങനെ ഞാനൊരു മടിയായി, എനിക്ക് പഠിക്കാൻ താല്പര്യം, പഠിച്ചാൽ കിട്ടത്തില്ല ഉറപ്പാണ്, കാരണം ഇതിനു വേണ്ടി മരിച്ചു പഠിക്കുന്നവരുണ്ട്, അവർക്കേ കിട്ടുള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് വന്ന് പരീക്ഷ എഴുത്തൊക്കെ ഞാൻ പതുക്കെ നിർത്തി. കഴിഞ്ഞ വർഷം ഞാൻ പതുക്കെ പഠിപ്പിക്കലൊക്കെ നിർത്തി എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കാരണം ഇതുമായിട്ട് നോക്കിയിരുന്നു ഇനി ഒന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു.
പക്ഷെ അപ്പോഴും മനസ്സിലൊരു ദുഃഖം, കാരണം ഒരു ആഗ്രഹമായിരുന്നു ഒരു ജോലി മേടിക്കണമെന്നുള്ളത്. പക്ഷേ അത് കിട്ടാതെ പോകുമല്ലോ എന്നൊരു വിഷമം. കാരണം എല്ലാവർക്കും അറിയാം, പ്രൈവറ്റ് ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു പരീക്ഷ പോലും എഴുതാനായിട്ട് ഒരു വിടിയല്ല, അവിടെ തന്നെ നമ്മൾ തിളച്ചിടും. അങ്ങനെ ഞാനോർത്ത് ഒന്ന് കൃപാസനത്തിലൊരു ധ്യാനത്തിന് പോകാം, ധ്യാനത്തിന് കൂടിയിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാമെന്ന് ഓർത്ത് ഞാൻ കഴിഞ്ഞ 2018 ജൂൺ മാസം ഇവിടെ ഒരു ധ്യാനത്തിൽ കൂടാൻ വന്നു. ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനിവിടെ വന്നതാണ്. പിന്നീട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ അടുത്തൊരു പൗളി എന്ന് പറഞ്ഞ വല്യമ്മച്ചിയാണ് ഞങ്ങൾ അന്ന് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ആ വല്യമ്മച്ചി പലപ്പോഴും പിന്നീട് വിളിച്ചിട്ടും ഒരു തിരക്കുമില്ലേ പോലും ഞാനൊക്കെ ഒഴിഞ്ഞു മാറും, കുറേ തിരക്കുണ്ട്, പരിപാടിയുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാനിവിടെ കയറിയിട്ടില്ല. മാതാവ് എന്നെ എത്തിച്ചാണെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ജൂൺ മാസം ഞാനിവിടെ വന്നിവിടെ കാര്യങ്ങളൊക്കെ തിരക്കി. ജൂലൈ മാസം ഞാൻ ഉടമ്പടി എടുത്ത്. എന്താണെന്നറിയില്ല, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അസാധാരണമായൊരു ശക്തി എന്നിലേക്ക് കടന്നു വന്ന്. കാര്യം എനിക്കൊരു 100% ഉറപ്പായി എനിക്കൊരു ജോലി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയത്തിൽ കാലതാമസം ഉണ്ടെങ്കിൽ പോലും ജോലി കിട്ടും എന്നെനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ 2018 ജൂലൈയിൽ ഉടമ്പടി എടുത്ത് വർഷങ്ങളായിട്ട് ഞാൻ ഒരു 1.5 വർഷമായിട്ട് പഠിക്കണില്ല, പരീക്ഷ എഴുതണില്ല, ഒന്നുമില്ല. ഞാൻ വീണ്ടും പതുക്കെ പഠിച്ചു തുടങ്ങി. അങ്ങനെ ആ സമയത്തൊരു കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള ഒരു ക്ലർക്കിൻ്റെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 6 ബാങ്കിലേക്ക് അപ്ലൈ ചെയ്തു. സെപ്റ്റംബർ മാസം 8-ാം തീയതി ആയിരുന്നു അതിൻ്റെ പരീക്ഷ നിശ്ചയിച്ചത്. പക്ഷെ നമുക്കറിയാം മഹാപ്രളയവും മറ്റേ മഴക്കടിയും ഇതൊക്കെ മൂലം പരീക്ഷ സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് മാറ്റി. അപ്പോൾ ഒരുമാതിരിയൊക്കെ നല്ലപോലെ പഠിച്ചു. ഒക്ടോബറിൽ പരീക്ഷയുടെ 2 ദിവസം മുമ്പാണ് ആലപ്പുഴ ജില്ലക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും പരീക്ഷ നവംബർ 11 മാറ്റി. എനിക്കറിയില്ല, എൻ്റെ മനസ്സുറപ്പായിട്ടും പറയുന്നത് ആ പരീക്ഷയിൽ ഞാൻ ജയിക്കും എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായി. നല്ലപോലെ ഇരുന്ന് പഠിച്ച് അങ്ങനെ നവംബർ മാസം 11 തീയതി ഞാൻ പരീക്ഷ എഴുതി. 6 ബാങ്കിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. ഡിസംബറിൽ ലിസ്റ്റ് വന്ന് 6-ൽ 5 ബാങ്കിലും എൻ്റെ പേരുണ്ടായിരുന്നു. ജനുവരി മാസം എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ മെമ്മോ വന്ന്. ഫെബ്രുവരി മാസം എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു. മാർച്ച് 21-ാം തീയതി കോട്ടയത്തിലെ നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ വരികയും 22-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് AP ഐസക്ക്, പാലാ രൂപതയിൽ നിന്നും വരുന്നു. 23 വർഷമായി എൻ്റെ മൂത്ത മകളുടെ വിവാഹം മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പോഴാണ് കൃപാസനം പേപ്പർ കിട്ടുന്നു. ആ പേപ്പറിൽ നിന്നും വിവരം അറിഞ്ഞ് ഞാനും എൻ്റെ കുടുംബസഹിതം നവംബർ 6-ാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ മൂത്ത കാര്യം എൻ്റെ മകളുടെ വിവാഹം നടക്കാനായിരുന്നു. ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ വിവാഹം വളരെ ഭംഗിയായി നടന്നു. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ മകളെ MBBS കഴിഞ്ഞ് MDക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ MDക്ക് എൻട്രൻസ് എഴുതാൻ പോയപ്പോൾ പേപ്പറിൽ നിന്നും മാതാവിനൊരു പടം വെട്ടിയെടുത്ത് ചുരിദാറിൽ ഒട്ടിച്ച് വെച്ചു. അവിടെ പോയി അമ്മ എനിക്കൊന്നും അറിയത്തില്ല, നീ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ നല്ല റാങ്കിയോടുകൂടി MDക്ക് അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ കിൽപോക്ക് മെഡിക്കൽ കോളേജിൽ MDക്ക് ഗൈനക്കോളജിസ്റ്റായിട്ട് പഠിക്കുന്നു. മൂന്നാമത്തെ നിയോഗം, മൂന്നാമത്തെ മകൾ MBBSൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാനായിരുന്നു. നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും 77% മാർക്ക് കിട്ടി. ഇപ്പോൾ ഔസറൻസിയായിട്ട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും രഘുമാനുമായിരം നന്ദി. എൻ്റെ പേര് സൈമൺ. ഞാൻ എറണാകുളം ജില്ലയിൽ കൊങ്ങോർപ്പള്ളിയുടെ വകയിൽ നിന്നും വരുന്നതാണ്. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി ജോലിക്ക് പോകാൻ പറ്റാതെ 2 വർഷത്തോളം വീട്ടിലിരുന്ന് അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നപ്പോഴും എനിക്ക് ഭാര്യയ്ക്ക് യൂറോപ്പിലേക്കൊരു വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. കുറച്ച് പൈസ പോയതല്ലാണ്ട് എനിക്ക് ഒന്നും നടന്നു കിട്ടിയില്ല. ഞാനിവിടെ വരാൻ എൻ്റെ ഭാര്യയുടെ അമ്മ വീട്ടിലുണ്ട്. അവരിവിടെ വന്ന് ഇവിടെ ദൈവം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഞങ്ങളെല്ലാം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ വന്ന് 250 രൂപ അടച്ച് ഞാൻ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എഴുതി കൊടുത്ത് എന്നോട് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഭാര്യയ്ക്ക് വിദേശത്ത് പോകാനായിട്ട് ഒരു ചാൻസിലാണെന്ന് പറഞ്ഞു കഴിച്ച് ഇപ്പം എനിക്ക് ഭാര്യയ്ക്കും കൊച്ചിനും കൂടി വിസ യൂറോപ്പിലേക്ക് തമ്മിനെ തന്ന് അനുഗ്രഹിച്ച് ഇനി ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും. എങ്ങനെയാണ് ഗൾഫിൽ പോകാൻ വേണ്ടിയാണ് വിസ ചോദിച്ചത്? ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മരിയ മണക്കത്തിന് വന്ന് വണക്കം
$550 ഞാൻ അവിടെ പ്രാർത്ഥന കൊടുത്തു. പ്രാർത്ഥിച്ചിട്ട് 3 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന വിസ തടസ്സം മാറി. ഇപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ചിന്നും കിട്ടി. ഇത് ഈ പൂവ് ചോദിച്ച പൂക്കാലം കൊടുത്ത അനുഭവമാണ് സഹോദരൻ പറയുന്നത് അല്ലേ? കുറേ വർഷമായിട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി ഒന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. വന്നപ്പോൾ മരിയം വണക്കമാസമാണ്. വണക്കമാസം എന്താണെന്ന് അറിയാൻ പാടില്ല. ഉടമ്പടിയാണോ വണക്കമാസം എന്താണെന്ന് അറിയാൻ പാടില്ല. വെപ്രാളമാണ്. ഇവിടെ വന്നാൽ സംഭവം ഓക്കെ ആണെന്ന് പറഞ്ഞറിയുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് ആദ്യം കണ്ട് വണക്കമാസമാണ്, തെറ്റിപ്പോകരുത്, ഉടമ്പടിക്ക് കാശില്ല, ഉടമ്പടി ആരും കാശ് കൊടുക്കും. പക്ഷേ വണക്കമാസത്തിന് അവിടെ നേർച്ചയായിട്ട് 250 രൂപ അടച്ച് ഈ സഹോദരൻ വണക്കമാസത്തിന് പേര് കൊടുത്തു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ ദേ ഭാര്യയ്ക്ക് വേണ്ടി വിസ ചോദിച്ചു. കുടുംബത്തിന് മുഴുവൻ പുറത്തു പോകാനുള്ള ഒരു സഹായമാണ് മാതാവ് ചെയ്തു കൊടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് പോകാൻ ശ്രമിക്കുക. മാതാവ് അനുഗ്രഹിക്കട്ടെ. മാതാവ് വഴി ലഭിച്ച എല്ലാ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.